കഥയും അമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാമേന്ദ്ര സാർ, ഇന്ന് എന്താണ് പുതിയ കഥ? ഇന്ന് അധ്യാപക ദിനം. സെപ്റ്റംബർ 5 നമ്മുടെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ രാഷ്ട്രപതിയുടെ ജന്മദിനമാണ് അല്ലേ? അദ്ദേഹം അധ്യാപകനായിരുന്നോ? അദ്ദേഹം പ്രൊഫസറായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് അധ്യാപക ദിനം ആചരിക്കുന്നത് അല്ലേ, ആഘോഷിക്കുന്നത്? അതെ, അദ്ദേഹം ഒരു വലിയ അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു, തത്വചിന്തകൻ, ഫിലോസഫർ കിങ് എന്നൊക്കെ പറയാം. അതെ, ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം ആ രംഗത്ത് ഭയങ്കര ശോഭയുള്ളതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നൊക്കെ ഉണ്ട്. വിശ്വസിക്കപ്പെടുന്നേ ഉള്ളൂ. അത് അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല. ഇന്ത്യൻ ഫിലോസഫിയെ പറ്റി ധാരാളം പുസ്തകങ്ങൾ വേറെ ഉണ്ടല്ലോ, പക്ഷെ ഇത് പ്രാമാണികമാണെന്ന് പലരും കരുതുന്നു. അതുകൊണ്ടാണ് ഫിലോസഫർ കിങ് എന്നുള്ള ഒരു പ്രയോഗം വന്നിട്ടുള്ളത് ഇദ്ദേഹത്തെ കുറിച്ച് അല്ലേ? അത് അതിന് മുമ്പേ ഉള്ള അതിന് മുമ്പേ ഉണ്ട്. ഇദ്ദേഹം അതിന് അർഹനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെയാണെന്ന്. പക്ഷേ ആ പുസ്തകത്തിലുള്ള പല ഭാഗങ്ങളും അദ്ദേഹത്തിന് പരിശോധിക്കാൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിയുടെ പ്രബന്ധം മോഷ്ടിച്ചതാണ്. സുനിൽ പിള്ളയുടെ അതുപോലത്തെയൊക്കെ പരിപാടി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സുനിൽ പിള്ളയിടമാണ് പറയാവുന്നത്. ചിന്താചറോ സുനിൽ പിള്ളയിടം, പ്രിയ വർഗീസോ. അപ്പോ പ്രിയ വർഗീസിനെ കുറിച്ച് അങ്ങനെ അപ്പൊ അത് അങ്ങനെ ചെയ്തത് ആ കാലത്ത് ഹൈക്കോടതിയിൽ കേസാവുകയും ചെയ്തിരുന്നു. വെറുതെ പറഞ്ഞു വരുത്തിയതാണെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കഥ എന്താ, ആ കഥയിലുള്ള രണ്ട് കഥയുണ്ടല്ലേ, നടന്ന സംഭവമാണ്. അത് സംഭവം ശരിയുമാണ്, അതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ജാദുനാഥ് സിൻഹ എന്നാണ് വിദ്യാർത്ഥിയുടെ പേര്. ഇതിലുള്ള വേറൊരു കഥാപാത്രം ഒരു പത്രാധിപരാണ് രാമാനന്ദ് ചാറ്റർജി. ആ കാലത്ത് കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങിയിരുന്ന മോഡേൺ റിവ്യൂ, ഹൈലി റെസ്പെക്റ്റബിൾ ആയിരുന്നൊരു പ്രസിദ്ധീകരണമാണ് മോഡേൺ റിവ്യൂ. രവീന്ദ്രനാഥ് ടാഗോർ, ജവഹർലാൽ നെഹ്റു, ഇങ്ങനെ ആ കാലത്ത് എഴുതാനറിയാവുന്ന പ്രധാനപ്പെട്ട ആളുകൾ. മാത്രമല്ല, ആ രാമാനന്ദ് ചാറ്റർജിയുടെ മോഡേൺ റിവ്യൂവിൽ ലാലാ ഹർദയാൽ മാർസിൻ്റെ ഒരു ജീവചരിത്രം എഴുതിയിരുന്നു. എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ മലയാളത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പരിഭാഷപ്പെടുത്തി. എന്തിനാണെന്നറിയോ? സ്വദേശാമാനി രാമകൃഷ്ണപിള്ള മാർസിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ മാർക്സിസ്റ്റുകൾ കൊണ്ടാടാറുണ്ട്. അങ്ങനെ ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഈ മാർസിന്റെ ജീവചരിത്രം ഈ ലാലാ ഹർദയാൽ അന്ന് മോഡേൺ റിവ്യൂവിൽ എഴുതിയ ജീവചരിത്രം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ കോപ്പി അടിച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ രണ്ടും എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു ലാലാ ഹർദയാലിന്റെ. അത് ഗ്രന്ഥാലോകത്തില് 3/4 പേജും എന്ന് പറഞ്ഞാൽ 3/4 പങ്കും ഒരു ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പത്രാധിപർ എസ് രമേശനെ പാർട്ടി പുറത്താക്കി. ശരി. അപ്പോൾ ഈ രാമാനന്ദ് ചാറ്റർജി ഇതിലൊരു കഥാപാത്രമായിട്ട് ഈ സംഭവത്തിൽ വരുന്നുണ്ട്. ഈ 1929 ജനുവരിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആദ്യം പുറത്തേക്കൊക്കെ വരുന്നത്. ഈ ജാദുനാഥ് സിൻഹ മീററ്റ് കോളേജിൽ ഫിലോസഫി ലെക്ചറായിരുന്നു ആ കാലത്ത്. അദ്ദേഹത്തിന് MA പാസ്സാവുന്നതിന് മുമ്പേ MA എഴുതിയിരിക്കുമ്പോൾ തന്നെയൊക്കെ ജോലി കിട്ടുന്നുണ്ട്. കാരണം അത്രയും ബ്രില്യൻസ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. എല്ലാവർക്കും, പ്രൊഫസർമാർക്കൊക്കെ വലിയ മതിപ്പായിരുന്നു. അപ്പോൾ എസ് രാധാകൃഷ്ണൻ പിടിച്ചു എന്നുള്ളത് 1929 ജനുവരിയിൽ കേസ് ഉണ്ടാവുന്നതോടുകൂടി അത് വലിയൊരു വിഷയമായിട്ട് ആ കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു. ഇന്ത്യൻ സൈക്കോളജി ഓഫ് പെർസെപ്ഷൻ എന്ന് ആണ് പ്രബന്ധത്തിൻ്റെ പേര്. ജാദുനാഥ് സിൻഹയുടെ പ്രബന്ധത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ തീസിസ്. ഇന്ത്യൻ സൈക്കോളജി ഓഫ് പെർസെപ്ഷൻ വോളിയം 1, 2, പിന്നെ അനുബന്ധ ഭാഗങ്ങൾ, അങ്ങനെയാണ് സമർപ്പിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം എക്സാമിനേഴ്സിന്. പ്രധാനമായും ഉണ്ടായിരുന്ന എക്സാമിനർ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ജോലിയാണ് അന്ന് അദ്ദേഹം. ഈ പ്രബന്ധം സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയതിന് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ പ്രേംചന്ദ് റോയ്ചന്ദ് സ്റ്റുഡൻഷിപ്പ്, അതൊരു കവറ്റഡ് പൊസിഷനായിരുന്നു. അത് കിട്ടി, അതിനുവേണ്ടി സമർപ്പിച്ചതായിരുന്നു. ഇതിന് ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയിരുന്നു. ഈ വോളിയം 1 1922, വോളിയം 2 1923. ഇങ്ങനെയാണ് ജാദുനാഥ് സിൻഹ സമർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീസിസ്. തുടർന്നാണ് അനുബന്ധ ഭാഗങ്ങൾ. 1915
കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ BA ചെയ്തു സിൻഹ. അപ്പോൾ ആ BAക്ക് ഫിലിപ്പ് സാമുവൽ സ്മിത്ത് പ്രൈസ് നേടിയിരുന്നു. MA 1917 അവിടെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞാണ് തീസിസ് സബ്മിറ്റ് ചെയ്യുന്നത്. ബാക്കി ഭാഗങ്ങൾ 1, 2 കഴിഞ്ഞിട്ട് 1925 അതിന് മൊത്തം പ്രബന്ധത്തിന് ഗ്രിഫിത്ത് പ്രൈസ്, വാട്ട് മെഡൽ തുടങ്ങിയ സമ്മാനങ്ങളൊക്കെ അക്കാലത്ത് പ്രധാനപ്പെട്ടതൊക്കെ കിട്ടി. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ അക്കാലത്ത് ഇതിൻ്റെ തുടക്കത്തിൽ, ഈ പ്രബന്ധം സമർപ്പിച്ച തുടക്കത്തിൽ എക്സാമിനറായിട്ട് സർ ബ്രിജേന്ദ്രനാഥ് സീൽ എന്ന് പറഞ്ഞ വലിയ ഫിലോസഫി പ്രൊഫസർ ഉണ്ടായിരുന്നു. മെൻ്റൽ ആൻഡ് മോറൽ ഫിലോസഫി ആയിരുന്നു സബ്ജക്റ്റ്. ഈ ബ്രിജേന്ദ്രനാഥ് സീലിനെ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. പകരം വന്നയാളാണ് S. രാധാകൃഷ്ണൻ. S. രാധാകൃഷ്ണനെ കൊണ്ടിരുന്നത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്ന അശുതോഷ് മുഖർജി ആണ്. മാസം 1000 രൂപ ശമ്പളം. അശുതോഷ് മുഖർജിയുടെ മകനാണ് ശ്യാമപ്രസാദ് മുഖർജി. അപ്പോൾ ജനസംഘത്തിൻ്റെ അല്ലേ, ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞതാണ്. അതെ, അത് ഇനിയും പറയൂ അത്. അപ്പോൾ വോളിയം 2 അനുബന്ധ ഭാഗങ്ങളും 1 സമയത്തും ഉണ്ട് രാധാകൃഷ്ണൻ. ഈ സമർപ്പിക്കുന്ന തീസിസിൻ്റെ വോളിയം 2 അനുബന്ധ ഭാഗങ്ങൾ അത് മുഴുവൻ രാധാകൃഷ്ണനാണ് അതിൻ്റെ പരിശോധകൻ. കൂടെ കൃഷ്ണചന്ദ്ര ഭട്ടാചാർജി എന്ന് പറഞ്ഞ ആളുണ്ട്. ഇവർ റീഡർ എന്ന് പറഞ്ഞ തസ്തിക ഉണ്ടല്ലോ, അതിലാണ് അവരുണ്ടായിരുന്നത്. സിൻഹയുടെ ആരോപണം S. രാധാകൃഷ്ണൻ എഴുതിയ ഇന്ത്യൻ ഫിലോസഫി വോളിയം 1 ഉം 2 ഉം ഉണ്ട്. അതിൻ്റെ വോളിയം 2 അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ കുറേ ഭാഗങ്ങൾ അങ്ങനെ തന്നെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സിൻഹയുടെ 1 ഉം 2 ഉം 1927 മറ്റേ സമർപ്പിച്ചെല്ലാം തീർന്നു കഴിഞ്ഞു. 1927 S. രാധാകൃഷ്ണൻ്റെ ഇന്ത്യൻ ഫിലോസഫി വന്നു. പക്ഷേ അത് 1928 നവംബറിലാണ് ആ പുസ്തകത്തിനെ പറ്റി സിൻഹ അറിയുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ മോഷണം മുഴുവൻ കണ്ടത്. മോഷണം നമുക്ക് നമ്മുടെ ഒരു പ്രബന്ധം ബുദ്ധിമുട്ടി തയ്യാറാക്കുന്നത് വേറൊരാൾ മോഷ്ടിക്കുന്നത് കണ്ടാൽ ആർക്കും വിഷമം വരും. ഇത് ഇപ്പോൾ കുട്ടി എന്ത് ചെയ്തു? അശുതോഷല്ലോ, സിൻഹ, ജാദുനാഥ് സിൻഹ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്നത്തെ കൽക്കട്ടയിലെയും ഇന്ത്യയിലെയും, കാരണം ഈ മോഡേൺ റിവ്യൂ ഇവിടെ സ്വദേശാമാന്യ രാമകൃഷ്ണ പിള്ള വരുത്തി വായിച്ചുകൊണ്ടിരുന്ന സംഗതിയാണത്. അങ്ങേരെ ഈ മോഡേൺ റിവ്യൂവിൽ ലേഖനം എഴുതി ജാദുനാഥ് സിൻഹ. S. രാധാകൃഷ്ണൻ എൻ്റെ പ്രബന്ധം മോഷ്ടിച്ചിരിക്കുകയാണ്, മുഴുവൻ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്, നമുക്കതിൻ്റെ ഇത് തമ്പ് കൊടുക്കാം. അപ്പോൾ ഡിസംബർ 9, 1928 ഇറങ്ങിയ മോഡേൺ റിവ്യൂവിലാണ് ആദ്യത്തെ ലേഖനം ജാദുനാഥ് സിൻഹ. ഇത് മോഷണം മുതൽ പിടിച്ചുകൊണ്ടുള്ള S. രാധാകൃഷ്ണൻ്റെ ലേഖനം വരുന്നത്. 1900 അങ്ങനെ ജനുവരി ലക്കത്തിലും പിന്നെ എഴുതി. 1928 രാധാകൃഷ്ണൻ ദി വേദാന്ത അക്കോർഡിംഗ് ടു ശങ്കര ആൻഡ് രാമാനുജ എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകം ഇറക്കി. അത് ഇന്ത്യൻ ഫിലോസഫി വോളിയം 2 8ഉം 9ഉം അധ്യായങ്ങളാണ് ഈ പുസ്തകം. ഓൾറെഡി ഇറക്കിയ പുസ്തകത്തിൽ 2 അധ്യായം വെച്ചിട്ട് വേറൊരു പുസ്തകം. അതിൻ്റെ അകത്തും ജാദുനാഥ് സിൻഹയുടെ പ്രബന്ധം മോഷ്ടിച്ച ഭാഗങ്ങൾ വന്നു. സിൻഹ ഭാഗ്യത്തിന് സിൻഹയുടെ പ്രബന്ധത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ മീററ്റ് കോളേജ് മാഗസിനിൽ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. 1924 1926. അപ്പോൾ ഈ ഭാഗങ്ങൾ നേരത്തെ ഞാൻ പ്രസിദ്ധീകരിച്ചതാണെന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റി. 3 കത്തുകൾ കൂടി ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 1929 മോഡേൺ റിവ്യൂവിൽ എഴുതി. 3 ലേഖനങ്ങൾ കൂടി ജാദുനാഥ് സിൻഹ. രാധാകൃഷ്ണൻ അതിന് മറുപടിയായിട്ട് 2 എഴുതി. മറുപടി എഴുതി. മറുപടിയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ഫെബ്രുവരി, മാർച്ച് 1929 മാസത്തിലൊന്നാണല്ലോ മോഡേൺ റിവ്യൂ. അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ആരോപണങ്ങൾ അസംബന്ധമാണ് എന്ന് പറഞ്ഞിട്ട്
ജാദുനാഥ് സിൻഹയെ പുച്ഛിക്കാനാണ് ബാക്കി ഭാഗം ചെലവാക്കിയത്, അല്ലാതെ തെളിയിക്കാനല്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തെളിയിക്കാനല്ല. അപ്പോൾ ഈ രാമാനന്ദ് ചാറ്റർജി ഉണ്ടല്ലോ, ഈ എഡിറ്റർ, മോഡേൺ റിവ്യൂവിൻ്റെ ഉടമസ്ഥനും എഡിറ്ററും, അദ്ദേഹത്തിനെയും പുച്ഛിച്ചിരുന്നു രാധാകൃഷ്ണൻ. അതുകൊണ്ട് ചാറ്റർജി, രാമാനന്ദ് ചാറ്റർജി ഒരു എഡിറ്റോറിയൽ എഴുതി മോഡേൺ റിവ്യൂവിൽ രാധാകൃഷ്ണനെതിരെ. രാധാകൃഷ്ണൻ അത് 1929 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറി. കാരണം അതുപോലെ ഈ സന്യാസ തുല്യമായ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് ചാറ്റർജി. അപ്പോൾ ഹൈക്കോടതിയിൽ ജാദുനാഥ് സിൻഹ രാധാകൃഷ്ണനെതിരെ 1929 ഓഗസ്റ്റിൽ കേസ് കൊടുത്തു. കോപ്പിറൈറ്റ് അനുസരിച്ചിട്ടുള്ള വയലേഷൻ ഇതിൻ്റെ അകത്തുണ്ട്, ലംഘനം. എൻ്റെ പ്രബന്ധം അങ്ങനെ എന്നെ മോഷ്ടിച്ചിരിക്കുന്നു, 20,000 രൂപ എനിക്ക് അന്നത്തെ 20,000 രൂപ ഇഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റേ രാധാകൃഷ്ണൻ കൗണ്ടർ കേസും കൊടുത്തു. അതിൽ 1,00,000 രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. അതിൽ വേറെ സിൻഹ അല്ലാതെ രാമാനന്ദ് ചാറ്റർജിയും പ്രതിയായി അതിൻ്റെ അകത്ത്. അപ്പോൾ അപ്പോഴേക്കും സിൻഹയോടുള്ള മതിപ്പ് കൊണ്ട് റിപ്പൺ കോളേജിൽ, കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ റിപ്പൺ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചിരുന്നു. അദ്ദേഹത്തിന് PhD 1934 കിട്ടുന്നത്. പിൽക്കാലത്ത് സന്യാസിയെ പോലെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേസ് രാധാകൃഷ്ണൻ പൊളിയും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടാകാം അന്ന് 10-20 വയസ്സേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയെ രാധാകൃഷ്ണൻ ചെന്ന് കണ്ടതായിട്ടാണ് പറയുന്നത്. അത് അത്ര ശരിയായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്യാമപ്രസാദ് മുഖർജിയെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അശുതോഷ് മുഖർജി അച്ഛൻ ആണ് VC. അപ്പോൾ അശുതോഷ് മുഖർജിയൊക്കെ സ്വാധീനിക്കാനും അശുതോഷ് മുഖർജി നേരത്തെ VC ആയിട്ട് നിയമിച്ചതുമാണല്ലോ. അങ്ങനെ കണ്ടു. അപ്പോൾ ഇവരൊക്കെ ഇടപെടുന്നുണ്ട്. സിൻഹയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും താഴെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിൽക്കുകയാണ്. അന്ന് വലിയ കേസിന് പൈസ മുടക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. കിങ് ജോർജ് 5 പ്രൊഫസർ ആണ് രാധാകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം കൂടി സ്വാധീനിച്ചിട്ട് ഇവരുടെ സമ്മർദ്ദത്തിന് സിൻഹ വഴങ്ങി എന്നാണ് കഥ. പക്ഷെ വഴങ്ങി എന്ന് പറഞ്ഞിട്ട് കേസ് വെറുതെ പിൻവലിച്ചു കൊണ്ടുപോകല്ല, നമുക്ക് കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞു. പുള്ളി എഗ്രി ചെയ്തു സിൻഹ. എന്താ അതിൽ പക്ഷെ എന്താണ് വ്യവസ്ഥകൾ എന്നുള്ളത് പുറത്ത് വന്നിട്ടില്ല. ആ പൈസ കൊടുത്തിട്ടുണ്ടോ? 20,000 രൂപയാണല്ലോ ചോദിച്ചത്. എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു കേസ് രാധാകൃഷ്ണനെതിരെ നിലനിൽക്കുന്നു. നല്ല ഗുരു, ഒന്നാന്തരം ഗുരു. അപ്പം നമുക്ക് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയാണ് ഈ കഥയമ്മ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.